പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഇന്ന് ജോലിക്ക് പോകുന്ന എല്ലാവരെയും ഈശോനാമത്തെ ഏൽപ്പിക്കുന്നു. നിങ്ങൾ കണ്ടുമുട്ടുന്ന വ്യക്തികളെ കർത്താവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടുകയും നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്ന വിഷയങ്ങൾ കർത്താവിൻ്റെ സംരക്ഷണത്തിലായിരിക്കുകയും ചെയ്യട്ടെ. നിങ്ങൾ യാത്ര ചെയ്യുന്ന വാഹനങ്ങളെ കർത്താവ് സംരക്ഷിക്കട്ടെ. യാത്ര തുടങ്ങിയ അവസാനം വരെ നിൻ്റെ ആകുലതകൾ, നിനക്ക് ആകുലത ഉണ്ടാക്കാൻ സാധ്യതയുള്ള വ്യക്തികളെ കർത്താവ് വഴിമാറ്റി വിടുകയും വേസ്റ്റായിട്ടുള്ള ടോക്കുകൾ ഉണ്ടാവാതിരിക്കാൻ കർത്താവ് നിന്നെ ബന്ധിക്കട്ടെ. നിൻ്റെ മനസ്സിനെ ഭരിപ്പിക്കുകയും പ്രയാസപ്പെടുത്തുകയും ഭാരപ്പെടുത്തുകയും ചെയ്യുന്ന വ്യക്തികളെ കണ്ടുമുട്ടാതിരിക്കാനും ആ സിറ്റുവേഷൻ ഒഴിവാകാനും കർത്താവ് നിന്നെ സഹായിക്കട്ടെ. അഥവാ അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് നീ വിശ്വപ്രമാണം ചൊല്ലിക്കൊണ്ട്, സ്വർഗസ്ഥനായ ചൊല്ലിക്കൊണ്ട് മനസ്സിൽ ഈ ദുരിത സാഹചര്യങ്ങളിൽ നിന്ന് നീ വിടുതൽ പ്രാപിക്കുന്നതിന് വേണ്ടി പരിശുദ്ധ അമ്മ നിനക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കട്ടെ. ജോലി യാത്ര, പരീക്ഷയ്ക്കുള്ള യാത്ര, പരീക്ഷാ സമയം കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ. ജോലി ഇൻ്റർവ്യൂവിൻ്റെ സമയം കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ. നിൻ്റെ നല്ല റിസൾട്ടുകൾ നിനക്ക് വരാൻ നീ റിസൾട്ട് കാത്തിരിക്കുന്നവരെ കർത്താവ് ആശീർവദിക്കട്ടെ. കർത്താവേ, ഈ മഴയുടെ കാലവും വെള്ളത്തിൻ്റെ ശല്യവും രോഗത്തിൻ്റെ പെരുപ്പവും മനസ്സിൻ്റെ ഇടർച്ചയും ഉറക്കമില്ലാത്ത അവസ്ഥയും കുടുംബത്തിൻ്റെ ദുരിതങ്ങളും കർത്താവ് ആരെല്ലാം എന്തെല്ലാം ദുരിതങ്ങൾ അനുഭവിക്കുന്നുവോ കർത്താവിൻ്റെ കാരുണ്യത്തിൻ്റെ പുതപ്പ് എൻ്റെ ഉള്ളിലാകട്ടെ. അവർ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ജോലി തേടി പോകുന്നവർ, കുടുംബത്തിൽ ജീവിക്കാൻ മാർഗമില്ലാത്ത സാമ്പത്തിക വിഷമം അനുഭവിക്കുന്നവർ, സാമ്പത്തിക ക്ലേശവും കടവും അനുഭവിക്കുന്നവർ, മനസ്സിൽ വല്ലപാടും ചത്താൽ മതിയെന്ന് പോലും പൈശാചികമായിട്ട് ചിന്തിച്ച് പോകുന്നവർ, എങ്ങനെ ജീവിക്കുമെന്ന് അറിയാൻ പാടില്ലാതെ വേദനിക്കുന്നവർ, ഈ ഒറ്റ പ്രാർത്ഥന കൊണ്ട് കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെടാൻ മറിയാം പരിശുദ്ധ അമ്മ നിന്നെ സഹായിക്കട്ടെ. ഇന്ന് പ്രസവം നിശ്ചയിച്ചിരിക്കുന്നവർ, ഇന്ന് ഓപ്പറേഷൻ നിശ്ചയിച്ചിരിക്കുന്നവർ, ഇന്ന് ആശുപത്രി പോകുന്നവർ, ഇന്ന് ടെസ്റ്റിന് പോകുന്നവർ, ടെസ്റ്റിൻ്റെ റിസൾട്ടിന് പോകുന്നവർ, ഡ്രൈവിങ്ങിൻ്റെ ലൈസൻസിന് പോകുന്നവർ, അതിൻ്റെ ടെസ്റ്റിന് പോകുന്നവർ, കർത്താവെ എല്ലാവരെയും നിൻ്റെ നാമത്തിൽ ഞാൻ ആശീർവദിക്കുന്നു. കർത്താവെ, ഇന്ന് തുടക്കം കുറിക്കുന്ന ഓരോരോ കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ വീടായിരിക്കാം, ചിലപ്പോൾ വീട് വെക്കുന്നതാകാം, ചിലപ്പോൾ കട്ട്ല വെക്കുന്നതാകാം, ചിലപ്പോൾ അടിത്തറ ശില പാകുന്നതാകാം. കർത്താവെ, എന്തു തന്നെയായാലും ഇന്ന് കയറിപ്പൊറുതിയുള്ളവരാകാം. അങ്ങനെയുള്ള എല്ലാ മേഖലകളും, വിവാഹം അന്വേഷിക്കുന്ന ഉൾപ്പെടെ, അടിയന്തരങ്ങൾ നടക്കുന്ന ഉൾപ്പെടെ, നിൻ്റെ വീട്ടിൽ നടക്കുന്ന മുഴുവൻ കാര്യങ്ങൾ, നീയുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങൾ 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാൻ്റെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്താൽ നിൻ്റെ ജീവിതവും ജീവിത ചുറ്റുപാടുകളും സഹപ്രവർത്തകരും സഹസഞ്ചാരികളും കർത്താവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവ്വേശ്വരനെ നീക്കുവാമേ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ.
അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, പിന്നെ റിൻസി ജോസഫ് എന്ന് പറഞ്ഞ മോള് സാക്ഷ്യം പറയാറ് നല്ലൊരു രസമുള്ള സാക്ഷ്യമാണ് ഈ ദിവസം. അപ്പം അവർക്ക് 4ാമത്തെ കുഞ്ഞിനെ വേണം. അപ്പം അവർ പ്രഗ്നൻ്റ് ആയപ്പോൾ മാതാവിൻ്റെ അടുത്ത് അവർ ഉടമ്പടി, നല്ല പക്ക ഉടമ്പടിയിലാണ്. മാതാവിനോട് പറഞ്ഞ്, മാതാവ് ഇതിൽ ആൺകുഞ്ഞെ കൊള്ളാമെന്ന് പറഞ്ഞ് മനസ്സിൽ വിചാരിച്ചതാണ്. പക്ഷേ അമ്മയോടവർക്ക് ഇങ്ങനെ ഉടമ്പടി ത്രൂ കമ്മ്യൂണിക്കേഷനുള്ള ആ സ്റ്റേജിലെത്തിയായിരുന്നു. അപ്പം അമ്മ രാത്രി ഇവളോട് സംസാരിച്ചു, നിനക്ക് ആൺകുഞ്ഞാണ് ലഭിക്കാൻ പോകുന്നത്, അവൻ്റെ പേരിൽ അവന് എൻ്റെ സംരക്ഷണം ലഭിക്കാൻ വേണ്ടി നീ അവന് മിഖായേൽ മറിയം എന്ന് പേരിടണമെന്ന് പറഞ്ഞു. അത് നമ്മൾ ആൾക്കാർക്കൊക്കെ പേരിടുന്നില്ലേ? അപ്പോൾ അത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ പൂർവ്വപിതാക്കന്മാർ വിശുദ്ധന്മാരുടെ പുണ്യാളന്മാരുടെയൊക്കെ പേരിടുമായിരുന്നു. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സംരക്ഷണം ലഭിക്കാനാണ്, ആ വിശുദ്ധൻ്റെ സംരക്ഷണം ലഭിക്കാനാണ്. നമ്മളുടെ ഒരു 1970 ശേഷമുള്ള 75 ശേഷമുള്ള മാതാപിതാക്കന്മാർക്ക് എവിടെയോ വെച്ച് സഭയിൽ നല്ലൊരു ഗ്യാപ്പ് വന്നായിരുന്നു. ഞാൻ ആ കാലങ്ങളൊക്കെ പള്ളിയിൽ പോകുമ്പോൾ ഓർക്കുന്നുണ്ട്, പള്ളികളിൽ ആളൊക്കെ ഇല്ലായിരുന്നു, ആൾ കുറവായിരുന്നു. അപ്പോഴെന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർ സഭയിൽ ലോകാരൂപികൾ കൂടിയായിരുന്നു. പിന്നീട് കരിസ്മാറ്റിക് മൂവ്മെൻറ്റ് വന്നപ്പോഴാണ് ഈ പഴയ അരൂപി തിരിച്ചു വരാൻ തുടങ്ങിയത്. പഴയ അരൂപിലേക്ക് സഭ തിരിച്ചു വരാൻ മതി. ഇതൊക്കെ നമ്മൾ നിഷേധിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ജീവിച്ച മാതാപിതാക്കന്മാരെല്ലാം അൺക്രിസ്ത്യൻ പേരുകളാണ് മക്കൾക്കിട്ടത്. അത് അവരെ വളർത്തുന്ന പട്ടിയുടെ പേര് വരെ ഇട്ടിട്ടുള്ളവരുണ്ട്. അവർ വളർത്തണമെന്നല്ല, അറിയാത്തില്ല, ഒരു പേരിട്ട് വെക്കും. എന്തെങ്കിലും തിരക്ക് പിടിച്ച് വരുമ്പോൾ ഏതെങ്കിലും ഒരു പട്ടിയുടെ പേരായിരിക്കും. അത്രയും വളരെ മോശമായി പോയായിരുന്നു. അല്ല, അത് പേരിൻ്റെ അകത്ത് എന്ത് കാര്യമുണ്ടെന്നല്ല, അതിൻ്റെ അകത്ത് ജാതിയും വർഗീയതയൊന്നും അല്ല പ്രശ്നം. അതായത് നമ്മുടെ പൂർവ്വപിതാക്കന്മാർ ചെയ്തുകൊണ്ടിരുന്നത് അവർക്ക് ആ വിശുദ്ധൻ്റെ സംരക്ഷണം ലഭിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ വിശ്വാസം പോയൊരു തലമുറയാണ് അവിശ്വാസമായ പേരുകൾ ഇട്ടത്. അത് ഇപ്പോൾ ഇതുമാത്രം പല പേരുകളും നോക്കുമ്പോൾ ഇപ്പോൾ അവർ ക്രിസ്ത്യനാണെന്ന് ചേർക്കാൻ വേണ്ടി അപ്പൻ്റെ പേരോട് ചേർത്താൽ ഇടണത് എന്തൊരു ബാധ്യതയാണ്. അപ്പൻ്റെ പേരോട് ചേർത്താൽ മാത്രമേ അവർക്ക് മനസ്സിലാകത്തുള്ളത് ക്രിസ്ത്യൻ പേരാണെന്ന്. അപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെ വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിന്നീട് വന്ന ഒത്തിരി ഒരു 2000-ന് ശേഷം ബിബ്ലിക്കലായിട്ടുള്ള പേരുകൾ വന്നിട്ടുണ്ട്. നമ്മൾ കേൾക്കുമ്പോൾ ക്രിസ്ത്യാനാണോ നോൺ ക്രിസ്ത്യാനാണെന്ന് അറിയത്തില്ലെങ്കിലും ആ പേര് ബിബ്ലിക്കലായിരിക്കും. അത് നല്ലൊരു ശതമാനം പേരും അങ്ങനെ വിശ്വാസത്തിൻ്റെ വെളിച്ചം പോലുള്ള പേര് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ പറയണത് അങ്ങനെയല്ല. ഈ റിൻസി ജോസഫ് മാതാവ് പറയണത് അവൻ ആൺകൊച്ചാണെങ്കിലും അവന് മറിയോന്ന് പേരിടണമെന്ന് പറഞ്ഞു. കാര്യം എന്തിനാണ്? എൻ്റെ സംരക്ഷണം ലഭിക്കാനാണ്. അപ്പോൾ അവർക്ക് ഭയങ്കര 2 വിഷയമാണ്. ഇനി റിൻസി ജോസഫിൻ്റെ വിശ്വാസ നിലവാരം 2 സ്ഥലത്ത് വെച്ച് ഇങ്ങനെ വിറങ്ങലിക്കണ കാണാം. ഒരു പ്രാവശ്യം വിറങ്ങലിച്ചെന്ന് പറയണത് ഈ കൊച്ചിനെ സ്കാൻ ചെയ്യുമ്പോൾ ഡോക്ടർ പറയും ഇതിൻ്റെ സ്പൈനൽ കോഡ് കാണാനില്ല, അതുകൊണ്ട് ഇത് പെങ്കൊച്ചകാരാണ് സാധ്യതയെന്ന് പറയും. അപ്പോൾ ഇവൾ ഉടനെ ഡെസ്പായിട്ട് മാതാവിനോട് പറയും, മാതാവ് ഞാൻ നിന്നോട് ആൺകൊച്ചല്ലേ ചോദിച്ചതെന്ന് പറയും. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ആ ആശുപത്രിയുടെ സ്കാനിങ് റൂമൊക്കെ ചാര കളറായിട്ട് മാറും. അപ്പോൾ നിങ്ങൾക്ക് വിശ്വാസം ഇല്ലാത്തവർക്ക് ഇത് കേൾക്കുമ്പോൾ ഭയങ്കര ഒരു ബ്ലിങ്കിങ് ആയിട്ടുള്ള സംഭവമായിട്ട് തോന്നുന്നു. അങ്ങനെയല്ല, വിശ്വാസിയുടെ അനുഭവത്തിൻ്റെ അപ്പുറത്ത് എന്താ ഉള്ളത്. അപ്പോൾ ഈ റിൻസി പറയണത് ഇൻക്ലൂഡിങ് ദ കർട്ടൻ ക്ലോത്ത് ഇതെല്ലാം സിൽവർ ഗ്രേ ആയിട്ട് ചേഞ്ച് ചെയ്യുന്നു. ആ സെക്കൻഡിൽ വീണ്ടും സ്കാൻ ചെയ്യുമ്പോൾ സ്പൈനൽ കോഡ് കാണുകയും ഇത് ആൺകുഞ്ഞാണെന്ന് ഡോക്ടർ പറയുകയും ചെയ്യും. അപ്പോൾ അവൾ പറയണത്, ആ കുട്ടി പറയണത്, മാതാവ് എൻ്റെ ആശങ്കകൾ കേട്ട് നേരിട്ട് അവിടെ സഞ്ചാരി മാതാവ് എത്തിയാണ്
ചേഞ്ച് ചെയ്യണം എന്നൊക്കെ പറയണം. പക്ഷെ അതിൻ്റെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ നേരത്തെ പറഞ്ഞായിരുന്നു അവൻ്റെ പേര് മിഖായേൽ മറിയോ എന്നാണ്. അപ്പോൾ ഇവൾക്ക് വേറൊരു പ്രശ്നം വന്നായിരുന്നു. മിഖായേൽ ഓക്കെയാണ്, പക്ഷേ ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാവർക്കും 6 ചേർത്തുള്ള പേരാണ്. അപ്പോൾ ദൈവമായിട്ട് ഗുസ്തിയാണ്. ഒരു പേരുണ്ടാക്കി അതിനെ ഋതം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അമ്മ പറഞ്ഞ് ഇതാണ് നമുക്ക് വരുന്ന പ്രശ്നമേ. ദൈവ ആലോചനയൊന്നും ചെയ്യത്തില്ല, സ്വന്തമായിട്ട് അങ്ങോട്ട് കീച്ചു. എന്നിട്ട് അതിൻ്റെ അകത്ത് ആ പാളത്തേക്ക് കയറി സ്റ്റിക്ക് കാണിച്ചിട്ട് കിടക്കും, ഉടുമ്പിനെ പോലെ അള്ളിപ്പിടിച്ച് കിടക്കും. അമ്മ പറഞ്ഞ ഒരു മിഖായേൽ. അപ്പോൾ ഇവൾ പറഞ്ഞ് 6 ആണല്ലേ ഞങ്ങളുടെ വീട്ടിലെ എല്ലാവർക്കും, എങ്ങനെയാണ് മിഖായേൽ 6 അപ്പോൾ ഇവർക്ക് അത് ശരിയാണോ, എനിക്ക് കേട്ടതാണോ എന്നറിയാൻ പറ്റാതെ ഇവൾ വിശ്വാസപ്രമാണം ചൊല്ലി വചനം എടുത്ത് ഓപ്പൺ ചെയ്യുമ്പോൾ അവൻ മിഖായേൽ എന്ന് വിളിക്കപ്പെടുന്ന ഒരു ഭാഗം കിട്ടി. ആ ഫസ്റ്റ് കിട്ടി. അപ്പോൾ അവൾക്ക് ബോധ്യമായി അമ്മയാണ് അത് ചെയ്തതെന്ന്. അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ റിൻസി ഒരു 90% ഉടമ്പടിയിലാണ്. ഈ 90% ഉടമ്പടിയിലാകുമ്പോഴാണ് ഇതുപോലെയുള്ള കമ്മ്യൂണിക്കേഷൻസ് വരണത്. ഇപ്പോൾ നമ്മളെപ്പോഴും നിങ്ങൾ ഉടമ്പടികളിൽ പുതുക്കുമ്പോഴേ, നിങ്ങൾ പുതുക്കുമ്പോൾ പേപ്പർ പുതുക്കിയ നിറം മാറ്റണമല്ല പ്രശ്നം, മറിച്ച് ഉടമ്പടി അതനുസരിച്ച് വളർന്നു വരുന്നവർ ദൈവാനുഭവത്തിലും ദൈവസാക്ഷ്യത്തിലും വളരുന്നുണ്ട്. അപ്പം അതുപോലെ ഒരു വളർച്ച എന്നൊക്കെ വേണം. അല്ലാതെ നിങ്ങളിപ്പോൾ പുറത്തുള്ള ആൾക്കാർക്ക് ഉടമ്പടിയെക്കുറിച്ചൊന്നും അറിയത്തില്ലല്ലോ. അവർ പറയണത് ജോലി കിട്ടാനാണ്, അതുപോലെ തന്നെ ബാങ്ക് ലോൺ കിട്ടാനാണ് ഉടമ്പടി എടുക്കുന്നത്. അതിന് ബാങ്കിൽ പോയാൽ പോരെ, അതുപോലെ തന്നെ വിസ പുതുക്കാനാണ്. നിങ്ങൾ നിയോഗങ്ങൾക്ക് വേണ്ടി മാത്രം ഉടമ്പടിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ അവർക്ക് ആ നിയോഗം നിറവേറുന്നുണ്ട്. പക്ഷേ ദൈവമായിട്ട് അവർക്ക്, എൻ്റെ മക്കളെ, ദൈവം തന്നെയായിരിക്കണം നിയോഗത്തിൻ്റെ ഉടമ്പടി ഏറ്റവും വലിയ നിയോഗം. റിൻസി ജോസഫിന് സാക്ഷ്യം പറയാൻ ഭയങ്കര ചളിപ്പായിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞു അത് പരസ്യമായിട്ട് പറഞ്ഞാൽ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അത് അമ്മ അവൾക്കൊരു വചനം കാണിച്ചു കൊടുത്തു. ഏതാണെന്നറിയാമോ? അത് അവൾക്കത് പരസ്യമായിട്ട് സാക്ഷ്യം പറയാനുള്ള എങ്ങനെ കൊടുത്തിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് വചനം കാണിച്ചു കൊടുത്തു. പ്രഭാഷകം 15:5 എടുത്ത് അവൾ അവന് അയൽക്കാരുടെ ഇടയിൽ ഔന്നത്യം നൽകും. അയൽക്കാരുടെ ഇടയിൽ ഔന്നത്യം നൽകും. അടുത്ത സമൂഹമധ്യേ സംസാരിക്കാൻ, അതാണ് വിഷയം. സമൂഹമധ്യേ സംസാരിക്കാൻ അവന് കഴിവ് നൽകും. അപ്പം നമ്മൾ പബ്ലിക് സ്പീച്ച് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്. ശരിക്കും അത് അവൾക്ക് കൊടുത്തു. അവൾ ടിക്കറ്റ് പോലെ ആ സാക്ഷ്യം പറഞ്ഞാൽ കേൾക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമം. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. അത് ഞാനിങ്ങനെ നടക്കുമ്പോൾ നടക്കട്ടെ എന്ന് വിചാരിച്ചും പോവും. കാരണം അതിനൊരു അടയാളം എന്ന് പറയുന്നത്, എനിക്കൊരു വലിയ ആഗ്രഹമായിരുന്നു, എനിക്കൊരു സ്ഥലം വേണം, സ്വന്തമായിട്ട് ഒരു സ്ഥലം വേണം എന്നുള്ളത്. അതൊരു 5 സെൻറ്റ് സ്ഥലമായിരുന്നാലും എനിക്ക് കിട്ടണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. ഞാനത് കുറേ വർഷങ്ങളൊരു 6-7 വർഷങ്ങളായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. ഓരോ സ്ഥലത്ത് പോയി ടോക്കൺ കൊടുക്കും. നല്ല സ്ഥലമാണ്, ഭയങ്കര സന്തോഷവും, സ്വപ്നങ്ങൾ കാണും, വീടിൻ്റെ പ്ലാൻ വരയ്ക്കും.
അങ്ങനെയൊക്കെ ചെയ്യും, അവസാനം അത് കുളമാവും. അങ്ങനെ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എനിക്ക് ദേഷ്യം വന്നു, ഭയങ്കരമായിട്ട് ദേഷ്യവും, ദൈവത്തോട് വരെയും ദേഷ്യമായി, മാതാവിനോടും ദേഷ്യമായി, പ്രാർത്ഥിക്കലൊക്കെ നിർത്തി. അത് കഴിഞ്ഞ് ഞാൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വിട്ടുകൊടുത്തു, ദൈവത്തിന് വിട്ടുകൊടുത്തു. മാതാവിനോട് പറഞ്ഞു, ഇനി മാതാവിനും ദൈവത്തിനും തോന്നണേത്താ, എനിക്ക് വേണ്ട. അങ്ങനെ തീരുമാനിച്ച് ഞാൻ ദൈവത്തിന് വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കും. ചെറുതായിട്ട് പ്രാർത്ഥനയൊക്കെ ഉള്ളിൽ വന്നു തുടങ്ങി. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ വൈഫ് എന്നോട് പറഞ്ഞു, ഏട്ടാ ഒരു സ്ഥലമുണ്ട്, ഏട്ടനൊന്ന് പോയി നോക്കുമെന്ന് പറഞ്ഞു. ഞാൻ എപ്പോഴും എന്നെ ദൈവം എവിടെയെങ്കിലും താമസിക്കാൻ സൗകര്യം ഒരുക്കുന്നുണ്ടോ അതെല്ലാം ഒരു പള്ളിയോട് ചേർന്നായിരിക്കും. പള്ളി നേരെ നോക്കിയാൽ പള്ളി കാണും. അല്ലാതെ ഒരു സ്ഥലം എന്നെ ദൈവം നിർത്തിയിട്ടില്ല. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് മാറി നിന്നിട്ടാണ് ജോലി ചെയ്യുന്നതും കാര്യങ്ങളെല്ലാം പഠിച്ചിരുന്നതെല്ലാം. അപ്പോൾ അവിടെ ആയിരുന്നാലും പള്ളിയോട് ചുറ്റി മാത്രമേ എന്നെ നിർത്തിയിട്ടുള്ളൂ. അപ്പം ഞാൻ ഓരോ സ്ഥലങ്ങൾ നോക്കുമ്പോൾ അധികം റേറ്റ് ഇല്ലാത്ത സ്ഥലങ്ങളാണ് ഞാൻ നോക്കിയിരുന്നത്. ആ സ്ഥലങ്ങളൊക്കെ നോക്കുമ്പോൾ ഒത്തിരി ദൂരെയാണ്. അതിൻ്റെ അടുത്ത് പള്ളി പോയിട്ട് ഒരു സ്ഥലങ്ങൾ തന്നെ ഉണ്ടാവാൻ, നല്ല കടകൾ പോലും ഉണ്ടാവാനുള്ള സൗകര്യമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ വൈഫ് എന്നോട് പറഞ്ഞു, ഏട്ടൻ ഈ ഒരു സ്ഥലം ഒന്ന് പോയി നോക്കുമെന്ന് പറഞ്ഞു. അത് ഞാൻ തൃശ്ശൂർ മുണ്ടൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്തായിരുന്നു. പോയി നോക്കി കഴിഞ്ഞപ്പോൾ കാണാനൊക്കെ നല്ല കുഴപ്പമില്ല. പക്ഷെ ഞാനിങ്ങനെ നോക്കി കഴിഞ്ഞപ്പോൾ ബാക്കിലേക്ക് ഞാൻ കണ്ണ് നോക്കി കഴിഞ്ഞപ്പോൾ അവിടെ നിൽക്കുന്ന മുണ്ടൂർ പള്ളി ഇടവകയാണ്. എൻ്റെ നേരെ കണ്ണ് തുറക്കാൻ പറ്റുന്നത് മുണ്ടൂർ പള്ളി ഇടവകയാണ്. അത് ഞാൻ അത്ര വിശ്വാസമൊന്നും കാണിച്ചില്ല. അവിടെ പോയി അത് മാതാവിൻ്റെ പള്ളിയാണ്. അവിടെ പോയി ഞാൻ ടോക്കൺ കൊടുക്കണതിന് മുന്നേ ഞാൻ പറഞ്ഞു, അമ്മയ്ക്ക് ഇഷ്ടമാണെങ്കിൽ ദൈവത്തിൽ നിന്ന് എനിക്കിത് മേടിച്ചു തരണം, ഈശോ വഴിയായിട്ട് സാധിച്ചു തരണം എന്ന് പറഞ്ഞ് ഞാനത് കൊടുത്തു പോന്നു. അത് കഴിഞ്ഞപ്പോൾ ആ സ്ഥലം എനിക്ക് മാതാവ് മേടിച്ചു തന്നു. അത് ഞാൻ എൻ്റെ ആഗ്രഹം ഞാനായിട്ടുള്ള എൻ്റെ ആഗ്രഹം എപ്പോൾ ഉപേക്ഷിച്ചോ ദൈവത്തിൻ്റെ ആഗ്രഹം നടത്തി തരാൻ പറഞ്ഞപ്പോഴേ എനിക്ക് തന്നിട്ടുള്ളൂ. അതുപോലെ തന്നെ ഇപ്പം ഈ ഉടമ്പടി എടുത്തതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് എൻ്റെ വൈഫിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു. ഞങ്ങളിങ്ങനെ വിസയ്ക്ക് ഓരോന്നിനും പൈസ കൊടുക്കുമ്പോഴും ഓരോ തവണ പ്രാർത്ഥിക്കും, ഇത് ശരിയാവും, നടക്കില്ല. അങ്ങനെ വന്ന് വെച്ച് കഴിഞ്ഞപ്പം ഓൺലൈനിലൊക്കെ യൂട്യൂബിലൊക്കെ പല വീഡിയോ കാണുമ്പോൾ ഇങ്ങനെ ഞാൻ കാണുന്നുണ്ട്, കൃപാസനത്തിൽ പ്രാർത്ഥിക്കണം, കൃപാസനത്തിൽ പ്രാർത്ഥിച്ചാൽ നടക്കും എന്നൊക്കെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റും കാണുന്നുണ്ട്. അപ്പോൾ അത് എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നില്ല, ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ശരിയാവുന്നുള്ള വിശ്വാസം ഉണ്ടായിരുന്നില്ല. ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞപ്പോൾ വൈഫ് പറഞ്ഞു, ഞാൻ മാതാവിൻ്റെ അവിടുത്തെ ഉടമ്പടി ഞാൻ എടുത്തതാണ്, പക്ഷെ ഞാനൊരു തവണ ഏട്ടനോട് പറഞ്ഞില്ല. എടുത്തു കഴിഞ്ഞപ്പോൾ ഞാനും ഏട്ടനും തമ്മിൽ ഭയങ്കര തല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ഉടമ്പടി നിർത്തി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനാണ് അതിൻ്റെ പ്രശ്നക്കാരൻ. അത് കഴിഞ്ഞപ്പോൾ ഞാൻ സ്വയം തീരുമാനിച്ചു, ഈ ഇങ്ങനൊരു സാഹചര്യം വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ഉടമ്പടി എടുത്ത് നോക്കാം. ഞാൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞ് ആ ഉടമ്പടി തുടങ്ങുന്നതിന് മുന്നേ തന്നെ എൻ്റെ വൈഫ് ദുബായിലായിരുന്നു. എൻ്റെ വൈഫ് ദുബായിൽ വിസിറ്റിംഗ് വിസയ്ക്ക് പല വഴിയിലൂടെയും പോയിട്ട് അവസാനം അതെങ്കിലും ഒന്ന് ശരിയാവട്ടെ എന്ന് വിചാരിച്ചിട്ട് വിസിറ്റിംഗ് വിസയ്ക്ക് പോയതാണ്. ബാക്കി എല്ലാവർക്കും ഇൻ്റർവ്യൂ ഉണ്ട്, എൻ്റെ വൈഫിന് മാത്രം ഒരു ഇൻ്റർവ്യൂ ഇല്ല. അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു ഇതൊന്നും നടക്കണ കാര്യമല്ല, ഈ പൈസയും പോയി. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ നേരെ അവളോട് ഞാൻ പറഞ്ഞു, അവൾ അതിൻ്റെ ഇടയിൽ IELTS ഒക്കെ എഴുതുന്നുണ്ടായിരുന്നു. കേരളത്തിൽ പല IELTS എഴുതി നല്ല മാർക്ക് വിജയിച്ചു, പക്ഷെ നല്ല ഹൈ മാർക്കൊന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കൊരു PR കൊടുത്തിട്ടും അതിനുള്ള മാർക്കൊന്നും കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ഏകദേശം തീരുമാനമായി എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി. മാർച്ച് മാസം ആയപ്പോഴേക്കും കാനഡ എംബസി, ഒരു കാനഡയൻ ഗവൺമെൻറ് പുതിയൊരു നിയമം കൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നേഴ്സുമാർ അങ്ങനെയുള്ള കാറ്റഗറി മാത്രമായി തിരഞ്ഞെടുക്കൽ, ജനറൽ കാറ്റഗറി കുറവായി തുടങ്ങി. അപ്പോൾ അത് സെലക്ട് ചെയ്യുന്നത് 500 പോയിൻ്റൊക്കെയുള്ള ആൾക്കാരെ മാത്രമായി. ഞങ്ങളുടെ മാർക്ക് എന്ന് പറയുന്നത് ഒരു 390 ആ റേഞ്ചൊക്കെ ഞങ്ങൾക്കുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് സ്കോപ്പ് കുറഞ്ഞു തുടങ്ങിയെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ അതും ഉപേക്ഷിക്കാം എന്ന് തീരുമാനിച്ച് പിന്നെ ഇവിടെ ദുബായ് പോയ സമയത്ത് ഒന്ന് എഡ്യൂക്കേഷന് വേണ്ടി വിസയ്ക്കൊന്ന് അപ്ലൈ ചെയ്യാലോ എന്ന് ആലോചിച്ചു. അങ്ങനെ നേരെ IELTS ദുബായിൽ എഴുതാൻ തീരുമാനിച്ചു. ദുബായിൽ എഴുതുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്നോട് വൈഫ് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇൻ്റർവ്യൂ എടുക്കാൻ വരുന്നത് ഫോറിനേഴ്സാണ്, മലയാളീസോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ആൾക്കാരൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് നല്ല ടഫായിരുന്നു. എൻ്റെ വൈഫ് എന്നോട് പറഞ്ഞ കാര്യം ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് വൈഫ് എഴുതുന്നത്. എന്നോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏട്ടാ അത് ടഫായിരുന്നു, നടക്കില്ല, കാരണം റീഡിങ്ങും ലിസണിങ്ങും ഒന്നും മനസ്സിലാവുണ്ടായിരുന്നില്ല, ഒന്നും എഴുതിയിട്ടില്ല എന്ന് പറഞ്ഞു. ഞാനപ്പോൾ കണ്ണടച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ഫോണിലൂടെ ഞാൻ പറഞ്ഞു, നീ ടെൻഷൻ അടിക്കണ്ട, അതൊക്കെ മാതാവ് നോക്കിക്കോളും, ദൈവം നിൻ്റെ കൂടെ ഉണ്ടാവും, നീ പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. ആ ഒരു വിശ്വാസം മാത്രമേ എന്നെ സംബന്ധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ അങ്ങനെ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ പ്രാർത്ഥിക്കുന്നു, ഞാൻ എൻ്റെ കാര്യങ്ങളായിട്ട് പ്രാർത്ഥനയും എൻ്റെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ മുന്നോട്ട് പോകുന്നു. അതിൻ്റെ ഇടയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വൈഫിന്